എൻ്റെ പെങ്ങൾ കിട്ടിയിട്ടില്ല, ബോഡി കിട്ടിയില്ല. എൻ്റെ പെങ്ങളും 5 പേര് അതിനൊരു വീട്ടിലുണ്ടായിരുന്നു, ചൂരൽമൽ ടൗണിലേന്. ആ ടൗണിൽ നിന്ന് ഇതാണ് ഒഴുകിപ്പോയി. 3 ആൾ അതിന് അല്ല 4 ആൾ ഒഴുകിപ്പോയി. ഒരാൾ എൻ്റെ പേരക്കുട്ടി ഫാനുമ ഇത് പൊന്തിയിട്ട് അപ്പാട് ഫാനുമ പിടിച്ച് തൂങ്ങി. ആ തൂങ്ങിയിൽ അവൾ വെച്ചിലായി. പിന്നെ ഓളം മരുമങ്ങനും പിന്നെ ഓൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളും വേറൊരു കുട്ടി 4 ആൾ ഒഴുകി കുറേ താഴോട്ട് പോയി. അതിൽ പെങ്ങളും കിട്ടിയിട്ടില്ല, പേരക്കുട്ടിനെ കിട്ടി അവിടെ മറവ് ചെയ്ത്. പെങ്ങളെ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ആ വിശ്വാസത്തിൽ ഇതിലൊന്നായിട്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇനി എന്താണല്ലോ ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ ആ വീടിൻ്റെ പരിസരം പോലീസിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് അവിടെ പോയി കളിച്ച് നോക്കി കിട്ടി. ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാണ്? അല്ല, ഞാൻ മേപ്പാടിയാണ് താമസിക്കുന്നത്. എൻ്റെ പെങ്ങളങ്ങോട്ട് കല്യാണം കഴിച്ചാണ്. ഞാൻ നമ്മളതൊക്കെ 19 പൊട്ടിപ്പോയ സ്ഥലമാണ്. മുമ്പ് മറ്റേ ഈ പുത്തുമല അപകടം നടന്നപ്പോൾ അവിടെ വീട് പ്രശ്നമുണ്ടായിരുന്നു? പോയി, വീടും സ്ഥലമൊക്കെ പോയിട്ട്. 2005 വർഷം മുമ്പ് ഈ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ വീട് നഷ്ടപ്പെട്ട ആ ദുരന്തത്തിൻ്റെ ഒരു ഇര കൂടിയാണ് ഇവിടെയുള്ള ചേട്ടൻ. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ കാപ്പൻകൊല്ലിയിൽ പീപ്പിൾ ഫൗണ്ടേഷൻ കെട്ടിത്തന്ന ആ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അന്ന് അപകടം നടക്കുമ്പോൾ ചേട്ടനൊക്കെ വീട്ടിലുണ്ടായിരുന്നോ? അതോ? ഇല്ല, അന്ന് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ മാറിയിരുന്നു. വീട്ടുകാരും അപകടത്തിൽ പെട്ടൊന്നുമില്ല? ഇല്ല, പെട്ടിട്ടില്ല. അന്ന് ഈ അപകടം ഉരുള് പൊട്ടി ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, മണ്ണൊക്കെ ഇവിടെയൊക്കെ വന്ന് വീണിട്ടുണ്ട്. അതാ ഈ മണ്ണാണ് ഈ പരിധി വരെ ഇങ്ങനെ പോയിട്ടുള്ളത്. ഇത്രയും ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളത്. അന്നത്തെ ഉരുൾപൊട്ടല്ലോ? അതായത് പുത്തുമല അപകടം നടക്കുമ്പോഴും നിങ്ങളുടെ ബന്ധത്തിലൊരാൾ ബന്ധത്തിൽ ഭാര്യൻ്റെ ഏടത്തിൻ്റെ മോള് അന്ന് നഷ്ടപ്പെട്ടു. ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി ആ വെള്ളം ഇങ്ങനെ കയറി അവിടെ വെച്ചിട്ട് അതും നഷ്ടപ്പെട്ടു. അത് പിന്നെ രാവിലെ തന്നെ കിട്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയും ആ മണ്ണ് മൂടി വിട്ടു. അതെ സുജയ, അങ്ങനെ നെഞ്ചു പിളർത്തുന്ന കാഴ്ചകളും വർത്തമാനങ്ങളും അനുഭവങ്ങളും മാത്രമേ ഇവിടെ എങ്ങും ഉയരാനുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും എവിടേക്ക് കണ്ണു തിരിച്ചാലും എവിടേക്ക് കാത് കൂർപ്പിച്ചാലും ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വാർത്തയും ഇവിടെ നിന്ന് നമുക്ക് കേൾക്കാനില്ല എന്നുള്ളതാണ്. ആശ്വസിപ്പിക്കാൻ പറ്റുന്ന വാക്കുകൾ ആർക്കും പങ്കുവയ്ക്കാനുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. നേരത്തെ